അപ്പോൾ മച്ചാന്മാരെ നമ്മൾ ഇന്നത്തെ ഏകദേശം നമ്മൾ ഈ സ്റ്റോക്ക് ചെയ്ത ഐറ്റംസൊക്കെ ഏകദേശം കാലിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ കയ്യിലുള്ളത് പറഞ്ഞാൽ കുറച്ച് മിൽക്കി വൈറ്റിൻ്റെ പേഴ്സ് ഉണ്ട്, പിന്നെ അതേമാതിരി കുറച്ച് HB ബ്ലൂസ് ഉണ്ട്, പിന്നെ ഫുൾ ഗോൾഡ് നല്ല സൂപ്പർ ക്വാളിറ്റിയാണ് കേട്ടോ. പിന്നെ അതേപോലെ ജർമ്മൻ യെല്ലോ ടച്ച്, ഒരു ബ്ലൂ ടച്ചും പിന്നെ അതേമാതിരി യെല്ലോ ടച്ചും കൂടിയിട്ടുള്ള ഷെയ്ഡാണ്. പക്ഷെ നല്ല ഭംഗി കേട്ടോ അവന്മാരെ കാണാൻ. അപ്പോൾ ഈ ഒരു സ്റ്റോക്കാണ് ഇപ്പോൾ നമ്മളെ കയ്യിൽ നിലവിലുള്ളത്. ഇതൊന്നും കുറച്ച് ഓർഡർ നമുക്കുണ്ട്. ആ ഓർഡർ കഴിച്ചിട്ടുള്ള പേഴ്സാണ് ബാക്കി ഉണ്ടാവുക. ഇതിപ്പോൾ മിൽക്കി വൈറ്റ് ആയാലും HB ബ്ലൂ ആയാലും ഫുൾ ഗോൾഡ് ഏതായാലും നമ്മളിപ്പോഴത്തെ ഇപ്പോഴായാലും നമ്മൾ കൊടുക്കുന്ന റേറ്റ് പറഞ്ഞാൽ പെയർ റേറ്റ്. അത് ഇനി നമുക്ക് ക്വാണ്ടിറ്റി കുറവുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെറിയ റേറ്റ് കൂട്ടി കൊടുക്കുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പെയർ റേറ്റിക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ഈ മിൽക്കി വൈറ്റൊക്കെ ഈ ഒരു നമ്മൾ ഈ ബദാമിൻ്റെ ഇലട്ടയ്ക്ക് ഒരു വെള്ളത്തിനൊരു ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട്. അതുകൊണ്ടാണ് വലിയൊരു ക്ലിയർ ഇല്ലാത്തത്. അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് റെഡ് സാമുറായി എടുത്തിട്ടുണ്ട് കേട്ടോ. പ്ലക്കാട്ടാണേ. നമ്മൾ ഫൈറ്ററിൻ്റെ ബ്രീഡിങ് കൂടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ അറിയുന്ന പുള്ളിക്കാരനെ അടുത്താണ്. പുള്ളിക്കാരനെ ലാസ്റ്റ് ഒരു പേരും കൂടി ഉള്ളിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതാണ് പുള്ളിക്കാരനോട് അത് കൊടുക്കല്ലേ, ഞാൻ എടുത്തോളാൻ കാരണം. അങ്ങനെ ഒരു പേർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇവന്മാരെ കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരു മണിക്കൂറായിട്ടുള്ളൂ. ഈ ഇവന്മാർക്കുള്ള ബോട്ടിലൊക്കെ സെറ്റാക്കിയിട്ട് രണ്ടാമത് ഫൈറ്റർ നമ്മളൊന്ന് സ്റ്റാർട്ടിങ് ചെയ്യാൻ പോവാണ്. അപ്പം ഈ ഐറ്റംസ് കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റോക്ക് ഏകദേശം ഒരു 1 വീക്കിനുള്ളിൽ, 1 വീക്കല്ല ഒരു 4 to 5 ഡേയ്സിനുള്ളിൽ അടുത്ത സ്റ്റോക്ക് വരും. മിൽക്കി വൈറ്റ് പെയർ 80, HB ബ്ലൂ പെയർ 80, ഫുൾ ഗോൾഡ് പെയർ 80, ആൽബിനോ ജർമ്മൻ യെല്ലോ ടക്സിഡോ പെയർ 80. ഓൾ ഐറ്റംസ് പെയർ 80 റുപ്പീസ്. അപ്പം ഇനി അടുത്ത സ്റ്റോക്ക് വന്നാൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ജസ്റ്റ് നിങ്ങൾ ബാക്കിയുള്ള സ്റ്റോക്കൊന്ന് അപ്ഡേഷൻ കാട്ടി തന്നാണ്. ഓക്കെ.